പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഗോഡ് ഹാസ് നോട്ട് ആൻഡ് വിൽ നോട്ട് റിജക്റ്റ് യു. ഞാൻ ഈ പറയുന്നതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം നിന്നെ ഒരിക്കലും റിജക്റ്റ് ചെയ്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. നീ ഇപ്പോഴത്തെ നിൻ്റെ ജീവിതത്തിലെ ചില സാഹചര്യം അതുമൂലം നീ വിളിച്ച് പറയുമായിരിക്കും, ദൈവത്തിൻ്റെ യാതൊരു കെയറും എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നില്ല എന്ന്. ഞാൻ പറയട്ടെ, ദ പ്രസൻസ് ഓഫ് യുവർ സർക്കംസ്റ്റാൻസസ് ഡസൻറ്റ് മീൻ ആൻ ആബ്സെൻസ് ഓഫ് ഹിസ് കെയർ ഫോർ യു. ആബ്സല്യൂട്ട്ലി നോട്ട്. ഒരിക്കലുമല്ല. ദൈവസ്നേഹം തന്നെയാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും സ്നേഹിക്കാതെ ഇരിക്കത്തില്ല. നിൻ്റെ ടഫ് ടൈംസിലും ദൈവം ബൂഷ്ക്ക് പറയുന്ന ദൈവമല്ല, നുണ പറയുന്ന ദൈവമല്ല. അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നിന്നോടുകൂടി തന്നെ ഉണ്ട്. നീ അവന് വിലയേറിയവന്. സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ ദൈവം നിന്നോടുകൂടെ ഉണ്ട്. അൺകണ്ടീഷണലി, കംപ്ലീറ്റ്ലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി, വാട്ട് എവർ ബി ദ സർക്കംസ്റ്റൻസ്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ തന്നെ താൻ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയണം. സങ്കീർത്തനം 121 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഈ ലേയയുടെ 3-ാമത്തെ പുത്രനും 4-ാമത്തെ പുത്രനും ജനിക്കുന്നതിൻ്റെ മധ്യത്തിൽ, ആ രണ്ട് ജനനത്തിൻ്റെ മധ്യത്തിൽ സംതിങ് ചേഞ്ച്ഡ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്? ലേയ അത് അവൻ്റെ 4-ാമത്തെ കുഞ്ഞിന് പേരിട്ട സമയത്ത് അത് വെളിവാക്കി തെളിവായി പറയുന്നുണ്ട്. 29-35 വാക്യത്തിൽ പറയുന്നു, അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിൽ ലേയ അവളെ തന്നെ ഒന്ന് പൊസിഷൻ ചെയ്തു. അതായത് അവൾക്ക് തന്നെ മനസ്സിലായി, അവളൊരു പൂർണ്ണതയിലേക്ക് നടത്തപ്പെടണമെങ്കിൽ അവൾ ദൈവത്തിൻ്റെ ഒരു സ്റ്റെഡ് ഫാസ്റ്റ് ലവ് റിസീവ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. ദൈവത്തിൻ്റെ ആ ഫെയ്ത്ത്ഫുൾ ലവ് ഉണ്ടല്ലോ, ഫാമിലി സിറ്റുവേഷൻ ശരിയാക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ ട്രൈ ചെയ്താലും ഫെയ്ത്ത്ഫുൾ ലവ് ഓഫ് ഗോഡ് കൂടാതെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പേഴ്സിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചു, നിശ്ചയിച്ചു. മക്കളെ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫോക്കസിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളുണ്ടാക്കേണ്ട ചില ചോയ്സ് ഉണ്ട്. കൊടുങ്കാറ്റുകൾ വരുമ്പോൾ കാറ്റെ നമുക്ക് നോക്കാം, അത് ഉതിർത്തുവിടുന്ന തിരമാലയെ നമുക്ക് നോക്കാം. എന്നാൽ കാറ്റും തിരമാലയും എല്ലാം അനുസരിക്കുന്ന ഒരുവനുണ്ട്, നമ്മുടെ കർത്താവ്. നമുക്ക് ആ കർത്താവിനെ വേണമെങ്കിലും നോക്കാം. ദൈവത്തിൻ്റെ സഹായത്തോടെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത്ഭുത പ്രവർത്തികൾ അവൻ ചെയ്യും. മിറക്കിൾസ് കാണുവാൻ്റെ കൊണ്ട് നമ്മെ സഹായിക്കും. രക്തസ്രാവക്കാരിയെ നമുക്കറിയാം. അവൾ അവളുടെ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഹൃദയത്തിൽ പറഞ്ഞു, വളരെ ഡിറ്റർമിൻ്റായിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല് തൊട്ടു. അവൾ സൗഖ്യമായി. ദാവീദ് ആ വലിയ ഗോലിയാത്തിനെ താഴെയിട്ടത് നമുക്കറിയാം.
കർത്താവായ യേശു ക്രിസ്തു നീ നിന്ദിച്ചിട്ടുള്ള യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാണ് മുന്നോട്ട് ചെന്ന് കൊന്നൊടുക്കുവാനിടയായത്. നെഹമ്യാവ് വലിയൊരു റെസ്റ്റോറേഷനാണ് ചെയ്തെടുത്തത്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ ഡിഫറൻ്റ് ആയിരുന്നു. പക്ഷേ ബൈബിളിൽ കാണുന്ന ഈ ഫിഗേഴ്സൊക്കെ ഷെയർ ചെയ്തത് ദ സെയിം സോഴ്സ് ഓഫ് പ്രൊവിഷൻ, അതായത് ഗോഡ് അവർ ഫാദർ. സെയിം സോഴ്സ് ഓഫ് പ്രൊവിഷനെയാണ് ഷെയർ ചെയ്തത്. ഇൻഡിവിജ്വൽ ബാറ്റിൽസൊക്കെ ജീവിതത്തിൽ കടന്നു വരും. വലിയ വിശ്വാസ വീരന്മാരാന്ന് പറയുന്നവർ പോലും നമുക്കറിയാം വളരെ സ്ട്രഗിൾ ചെയ്താണ് അവർ റിജക്റ്റഡ് ആണെന്നുള്ളത് സമ്മതിക്കാതെ നിന്നു. വിശ്വാസത്തോടെ അവർ റിഫ്യൂസ് ചെയ്തു. അവർ റിജക്റ്റഡ് ആണെന്നുള്ളത് അവർ റിഫ്യൂസ് ചെയ്തു, അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ദൈവം അവരെ സംരക്ഷിക്കും, കെയർ ചെയ്യും എന്നുള്ള ആ അറിവിൽ അവർ വളരെ സെക്യൂറായിട്ട് നിന്നു. ഫെയ്ത്ത് ഫിൽഡ് വേർഡ്സ്, വിശ്വാസത്താൽ നിറയപ്പെട്ട വചനങ്ങൾ അവർ പറഞ്ഞു. എല്ലാ കറസ്പോണ്ടിങ് ആക്ഷൻസും ദൈവാലോചന പ്രകാരം അവർ ഏറ്റെടുത്തു, അവർ ചെയ്തു. വി ക്യാൻ ഡു ദ സെയിം. God is our Father. He is for you and He is with us. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മുടെ പ്രൊട്ടക്ടറാണ്, നമ്മുടെ ഡിഫെൻഡറാണ്, നമ്മുടെ പ്രൊവൈഡർ അവൻ. പുറപ്പാട് പുസ്തകം 3:14 ഇങ്ങനെ പറയുന്നു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. ദൈവം ആൾക്കാരുടെ ഒരു റെസ്പെക്റ്റർ അല്ല. ഗോഡ് ഈസ് നോ റെസ്പെക്റ്റർ ഓഫ് പേഴ്സൺസ്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 34. 10-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞ് തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നും. കണ്ടോ? യോശുവ, as God speaking to you. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈ ദൈവം എന്താണ് യോശുവയോട് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 5. ഞാൻ നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്ന പോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദ ലോർഡ്. വിശ്വാസത്തോടെ അവരെല്ലാം ദൈവമേൽപ്പിച്ച പ്രവൃത്തി ചെയ്തു. കുഞ്ഞെ, നമുക്കും ദൈവത്തിൻ്റെ ഒരു ബിലവേഡ് ആൻഡ് ബ്ലെസ്സഡ് ചൈൽഡായിട്ട് ഇരിക്കാൻ മേലെ. ദൈവം തീർച്ചയായിട്ടും ജയത്തിലേക്ക് നമ്മെ നടത്തും. അവൻ്റെ വിചാരമനുസരിച്ച് നടത്തും. ജയത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽപ്പാൻ അവൻ നമ്മെ സഹായിക്കും. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നീ തന്നിരിക്കുന്ന നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്ത് ദൈവമേൽപ്പിച്ചതെല്ലാം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത് എല്ലാറ്റിലും ഉപരി കർത്താവെ വായിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ എല്ലാം സമയം കണ്ടെത്തി ദൈവസന്നിധാനത്തിൽ വന്ന് സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.